التمارين. السؤال الأول أجب عن الأسئلة الآتية. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. أي سورة حفظ سعيد. ഏത് സൂറത്താണ് സഈദ് മനപ്പാഠം ചെയ്തത്? والجواب حفظ سعيد سورة الرحمن. സഈദ് സൂറത്ത് റഹ്മാനാണ് മനപ്പാഠം ചെയ്തത്. كم آية من سورة النبأ حفظت مريم. സൂറത്ത് നബയിൽ നിന്ന് എത്ര ആയത്തുകളാണ് മറിയം മനപ്പാഠം ചെയ്തത്? والجواب 16 آية. أو ممكن نقول حفظت مريم 16 آية من سورة النبأ. മറിയം സൂറത്ത് നബയിൽ നിന്ന് 16 ആയത്തുകളാണ് മനപ്പാഠം ചെയ്തത്. മൂന്നാമത്തെ ചോദ്യം മസ്മുൽ മജല്ലത്തി ലത്തി ഖറഅത്ഹാ മറിയമു ഫിൽ മക്തബത്തി. എന്താണ്, ഏത് മാസികയാണ് അല്ലെങ്കിൽ മാസികയുടെ പേരെന്താണ് മറിയം ലൈബ്രറിയിൽ വായിച്ചിട്ടുള്ള മാസികയുടെ പേരെന്താണ്? അതിൻ്റെ ഇസ്മുഹ അൽ ഇസ്ലാമു. ഔ ഇസ്മുൽ മജല്ലത്തി ലത്തി ഖറഅത്ഹാ മറിയമു ഫിൽ മക്തബത്തി അൽ ഇസ്ലാമു. മറിയം ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ടുള്ള മാസികയുടെ പേര് അൽ ഇസ്ലാം എന്നാണ്. ബി ഐ ലുഗത്തിൻ ഹിയ. അത് ഏത് ഭാഷയിലാണ്? വൽ ജവാബ് ഹിയ ബിൽ ലുഗത്തിൽ ഇൻഗ്ലീസിയ. ഇംഗ്ലീഷ് ഭാഷയിലാണ്. നാലാമത്തെ ചോദ്യം മൻ ലൈല. ആരാണ് ലൈല? ഹിയൽ ഖാദിമ. അവൾ വേലക്കാരിയാണ്. രണ്ടാമത്തെ ചോദ്യം ضع هذه العلامة صحيح أمام الجمل الصحيحة وهذه العلامة الخطأ أمام الجمل غير الصحيحة. അപ്പോൾ ഇത് ട്രൂ ഓ ഫോൾസ് ആണ്. ശരിയായ ഉത്തരങ്ങൾക്ക് ട്രൂ എന്നും തെറ്റായതിന് ഫോൾസ് എന്നും കൊടുക്കാനാണ്. ആദ്യം മാ ഫരിഹൽ മുദരിസു ബി സഈദിൻ. അധ്യാപകൻ സഈദിൻ്റെ അടുത്ത് സന്തോഷിച്ചിട്ടില്ല എന്നാണ്. ഇത് തെറ്റാണ്. മറിയമു ജൗഅ. മറിയമിന് വിശക്കുന്നുണ്ട്. സഹീഹ്. മൂന്നാമത്തേത് ഖറജത് മറിയമു മിനൽ മദ്രസത്തി ബഅദ സ്വലാത്തി ദുഹ്രി. മറിയം സ്കൂളിൽ നിന്ന് ദുഹർ നിസ്കാരത്തിന് ശേഷമാണ് തിരിച്ചു വന്നത്, അല്ലെങ്കിൽ പുറത്തു പോയത്. അഫ്വാൻ, ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു പോകാൻ. ശരിയാണത്. സഹീഹ്. സൂറത്തു റഹ്മാനി അത്വലു മിൻ സൂറത്തുൽ ഹദീദി. സൂറത്തു റഹ്മാൻ സൂറത്തുൽ ഹദീദിനെക്കാട്ടും കൂടുതൽ വലുതാണ്. ഇത് ഖത, തെറ്റാണ്. ആമിനത്തു ഫാത്തിമത്തു സുആദു ജമീലത്തു മറിയമ. ആമിന, ഫാത്തിമ, സുആദ് മറിയമിൻ്റെ സഹപാഠികളാണ്. ഇത് ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. ഹാദിഹിൽ അസ്ഇലതു ലൈസത് മബ്നിയതൻ അല ദർസി സാദിസി. ഈ ചോദ്യങ്ങൾ ആറാമത്തെ പാഠത്തെ പറ്റിയുള്ളതല്ല. യാനി ഇത് ആമായിട്ടുള്ള ചോദ്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ പറയാം. മസലൻ ഹുന അദഹബ്ത ഇലൽ മദ്രസത്തിൽ യൗമ. നീ ഇന്ന് സ്കൂളിലോട്ട് പോയോ? അപ്പം പോയിട്ടുണ്ടെങ്കിൽ നഅം ദഹബ്തു ഇലൽ മദ്രസത്തിൽ യൗമ. അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ലാ മാ ദഹബ്തു ഇലൽ മദ്രസത്തിൽ യൗമ എന്ന് പറയാം. മത റജഅത മിനൽ മദ്രസത്തി. നീ എപ്പോഴാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത്? റജഅതു മിനൽ മദ്രസത്തി ബഅദ സ്വലാത്തി അൽ അസ്രി ഔ സ്വലാത്തുൽ മഗ്രിബി വഹകദ. അല്ലെങ്കിൽ ഒരു സമയവും പറയാം. റജഅതു മിനൽ മദ്രസത്തി ഫി സ്സാഅത്തി സാദിസ ഔ ഫി സ്സാഅത്തി റാബിഅ എന്നുള്ള രീതിയിൽ. ഞാൻ 4 മണിക്കാണ് തിരിച്ചു വന്നത്, 6 മണിക്കാണ്, അങ്ങനെ ആ രീതിയിൽ. അയ്യ സൂറത്തിൻ ഖറഅത ബഅദ സ്വലാത്തിൽ ഫജ്ർ. നീ ഏത് സൂറത്താണ് ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഓതിയത്? അപ്പോൾ ഖറഅതു ബഅദ സ്വലാത്തിൽ ഫജ്ർ സൂറത്തുൽ ബഖറ അല സബീൽ മിസാൽ. ഫജ്ർ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ബഖറ ഓതി. അയ്യ സൂറത്തിൻ ഹഫിദ്ത ഹാദൽ ഉസ്ബൂഅ. നീ ഏത് സൂറത്താണ് ഈ ആഴ്ച മനപ്പാഠം ചെയ്തത്? മുംകിൻ നഖൂൽ ഹഫിദ്തു സൂറത യൂസുഫ് ഹാദൽ ഉസ്ബൂ. ഞാൻ ഈ ആഴ്ച സൂറ യൂസുഫാണ് മനപ്പാഠം ചെയ്തത്. അബിൽ മാഇൽ ബാരിദി ഗസൽത വജ്ഹക അം ബിൽ മാഇൽ ഹാർ. നീ തണുത്ത വെള്ളം കൊണ്ടാണോ നിന്റെ മുഖം കഴുകിയത്, അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടാണോ? മുംകിൻ നഖൂൽ ഗസൽതു വജ്ഹി ബിൽ മാഇൽ ബാരിദ്. ഞാൻ എൻ്റെ മുഖം തണുത്ത വെള്ളം കൊണ്ടാണ് കഴുകിയത്. മൻ ഗസല ഖമീസക വമിൻദീലക. ആരാണ് നിന്റെ ഷർട്ടും പിന്നെ മിന്ദീലും ഹാൻഡ് കർച്ചീഫും കഴുകിയത്? يعني نقول ممكن يعني أمي غسلت قميصي ومنديلي. എൻ്റെ ഉമ്മയാണ് എൻ്റെ ഖമീസും മിന്ദീലും കഴുകിയത്. നാലാമത്തെ ചോദ്യം
أنث الفاعل في كل من الجمل الآتية واضبط الضمير بالشكل. ഈ താഴെ കാണുന്ന ചോദ്യങ്ങൾ അതിൻ്റെ ഫായിലിനെ മുഅന്നസാക്കാൻ, അന്നിസ് എന്ന് പറഞ്ഞാൽ മുഅന്നസാക്കാൻ, എന്നിട്ട് അതിൻ്റെ ദമീറിനെ എന്താണ് തഷ്കീൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഹറക്കാത്തുകൾ ഇടാനാണ്. കാരണം ഇവിടെ ഹറക്കത്തുകൾ, അതിൻ്റെ ദമീറിൻ്റെ ഹറക്കത്തുകൾ മാറും. ഷരിബ്ത, ഷരിബ്തി എന്നുള്ള രീതിയിൽ. അഷരിബ്ത ഷായ യ ഹാമിദു, നീ ചായ കുടിച്ചോ ഓ ഹാമിദ്. അപ്പോൾ അത് മുഅന്നസാക്കുമ്പോൾ അഷരിബ്തി ഷായ യ സുആദു, നീ ചായ കുടിച്ചോ ഓ സുആദ്. അകതബ്ത ദർസ യ അലിയു, അപ്പോൾ ഇവിടെ അകതബ്തി ദർസ യ ഫാത്തിമതു, അപ്പോൾ ഇത് നീ പാഠം എഴുതിയോ ഓ അലി, അത് മുഅന്നസാക്കുകയാണ്. അഗസൽത വജ്ഹക യ അഖി, നിന്റെ മുഖം കഴുകിയോ ഓ സഹോദര. അപ്പോൾ അഗസൽതി വജ്ഹകി യ ഉഖ്തി, അതേ സംഭവം മുഅന്നസാക്കുകയാണ്. അയ്യ സൂറത്തിൻ ഹഫിദ്ത യ ബുനയ്യ, നീ ഏത് സൂറത്താണ് മനഃപ്പാഠം ചെയ്ത ഓ മകനെ. അപ്പം അയ്യ സൂറത്തിൻ ഹഫിദ്തി യ ബിൻതി. ഫഹിംത ദർസൽ ജദീദ യ ഹാഷിമു, നിനക്ക് പുതിയ പാഠം മനസ്സിലായി ഓ ഹാഷിം. അപ്പോൾ മുഅന്നസാക്കുമ്പോൾ അഫഹിംതി ദർസൽ ജദീദ യ ആയിഷതു. ഐന ദഹബ്ത ബഅദ ദർസ് യ അഖി, പാഠത്തിന് ശേഷം നീ എവിടെയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം നീ എവിടെയാണ് പോയത് ഓ സഹോദര. അപ്പം മുഅന്നസാക്കുമ്പോൾ ഐന ദഹബ്തി ബഅദ ദർസി യ ഉഖ്തി. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഇവിടെ اضبط الضمير بالشكل في كل من الأفعال الواردة في الجمل الآتية. ഇത് ഓരോ ضميറിൻ്റെ അതിൻ്റെ ഹറക്കത്തുകൾ ഇടാനാണ്. കാരണം ഇവിടെ എന്താ, ഈ ആറാമത്തെ ചോദ്യത്തിൽ അല്ലെങ്കിൽ ആറാമത്തതിൽ കാണിക്കുന്ന പോലെ നമ്മൾ ഒരു ദഹബത്ത് ദഹബത എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അത് 4 രീതിയിൽ വരാം. ദഹബത്ത് എന്ന് വരാൻ പറ്റും, ദഹബത, ദഹബ്തി, ദഹബ്തു. അത് സിയാഖിൽ നിന്ന്, അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മസലൻ ഹുന അവിടെ നോക്കുകയാണെങ്കിൽ അന എന്ന് വന്നു, അന ആണെങ്കിൽ തൂ എന്നാണ് വരിക. അപ്പോൾ ദഹബ് തു സുക്കൂൻ ഉണ്ടാവും ബായിന്. കാരണം ദഹബ തു എന്ന് പറയുന്നത് അതിൽ ഒരു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ദഹബ് സുക്കൂനാക്കുന്നത്. ദഹബ് തു, അന ദഹബ് തു ഇലൽ മതാരി, ഞാൻ എയർപോർട്ടിലോട്ട് പോയി. ഇനി ഇവിടെ യൂസുഫിനോടാണ് സംസാരിക്കുന്നത്, യാ യൂസുഫ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ, അദ്ഹബത ഇലൽ മൽഅബി യാ യൂസുഫ്, നീ കളക്കളത്തിലോട്ട് പോയോ ഓ യൂസുഫ്. ഇനി ഇവിടെ ഉഖ്തി എന്നാണ്, അപ്പം ദഹബത്ത് എന്നാവും, താഉ തനീസ് സാക്കിന. ഉഖ്തി ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, എൻ്റെ സഹോദരി ആശുപത്രിയിലോട്ട് പോയി. ഇനി ഫാത്തിമയോട് സംസാരിക്കണം, അപ്പം അദ്ഹബതി ഇലൽ മക്തബതി യാ ഫാത്തിമ, നീ ലൈബ്രറിയിലോട്ട് പോയോ ഓ ഫാത്തിമ. അപ്പോൾ ഇത് ആറാമത്തെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ദഹബത എന്ന് പറയുമ്പോൾ അത് ദഹബത്ത്, ദഹബ്ത, ദഹബ്തി, ദഹബ്തു എന്നുള്ള 4 രീതിയിൽ വരാം. ഏഴാമത്തത് തഅമ്മൽ അൽ മിസാലൈനി അൽ ആതിയൈൻ, ഈ 2 എക്സാമ്പിൾസും ഉദാഹരണങ്ങളും നോക്കാനാണ്, ശ്രദ്ധിക്കാനാണ്. അഫഹിംത ദർസ യ അലിയു, നിനക്ക് പാഠം മനസ്സിലായോ ഓ അലി. അപ്പോൾ 2 ഉത്തരങ്ങളുണ്ട്, നഅം ഫഹിംതുഹു, അതേ എനിക്കത് മനസ്സിലായി, അല്ലെങ്കിൽ ലാ മാ ഫഹിംതു, ഇല്ല എനിക്കത് മനസ്സിലായിട്ടില്ല. ഇനി ചോദ്യം നഫി ആയിട്ട് വരികയാണെങ്കിലോ, അമാ ഫഹിംത ദർസ യ അലിയു, നിനക്ക് പാഠം മനസ്സിലായില്ലേ. ബല മാ ഫഹിംതുഹു, ബല എന്ന് പറയുമ്പോൾ അതേ എന്നുള്ള അർത്ഥത്തിലാണ്, അതേ എനിക്കത് മനസ്സിലായി. കാരണം ചോദ്യത്തിൽ നഫി ഉള്ളതുകൊണ്ട്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നഅം മാ ഫഹിംതുഹു, അതേ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ രീതിയിലാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്. ഇവിടെ ഈ ചോദ്യത്തിൽ നഫിയില്ല, ഈ ചോദ്യത്തിൽ നഫിയുണ്ട്. എട്ടാമത്തത് ഹാതി അസ്ഇലതൻ മുനാസിബതൻ ലിൽ അജ്വിബത്തിൽ ആതിയ. അപ്പം ഇപ്പോൾ കണ്ട എക്സാമ്പിൾ പ്രകാരം നമ്മൾ ഈ ഉത്തരങ്ങൾക്ക് ഞാൻ ചോദ്യം കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഉത്തരം നഅം ശരിബ്തു എന്നാണ്, അതേ ഞാൻ കുടിച്ചു. അപ്പോൾ ചോദ്യം എന്താവും, അശരിബ്തൽ മാ മസലൻ, നീ വെള്ളം കുടിച്ചോ. അപ്പം നഅം ശരിബ്തു എന്ന രീതിയിൽ. ഇനി അടുത്തത് നഅം കതബ്തു, അപ്പം അകതബ്ത ദർസ, നഅം കതബ്തു. ഇനി അടുത്തത് ബല റഅയ്തുഹു, ബല റഅയ്തു. അപ്പം ഇവിടെ മസലൻ അമാ റഅയ്ത അൽ മുദർരിസ, യാനി നീ അധ്യാപകനെ കണ്ടില്ലേ.
അപ്പോൾ അവിടെ നഫിയുണ്ട് ചോദ്യത്തിൽ. അതുകൊണ്ട് ബല റഅയ്തു, അതേ കണ്ടു എന്നുള്ള രീതിയിൽ ഉത്തരം പറയും. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം. നഅം, ഉത്തരം പറയുന്നത് നഅം മാ ഖറഅതു ഹാദൽ കിതാബ ഫീ ബലദി. അതേ, ഞാൻ ഈ പുസ്തകം എൻ്റെ നാട്ടിൽ വായിച്ചിട്ടില്ല. അപ്പോൾ ചോദ്യം അമാ ഖറഅത ഹാദൽ കിതാബ ഫീ ബലദിക്, ഈ പുസ്തകം നിന്റെ നാട്ടിൽ വായിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അമാ ഖറഅത ഹാദൽ കിതാബ്. 5ാമത്തത് ബല സമിഅത്തുൽ അദാന, അപ്പം അതേ ഞാൻ അദാൻ ബാങ്ക് കേട്ടു. അപ്പം ചോദ്യം അമാ സമിഅത്തൽ അദാന. 6ാമത്തത് ലാ മാ സമിഅത്തുൽ അദാന, ഇല്ല ഞാൻ ബാങ്ക് കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് അസമിഅത്തൽ അദാന എന്നാണ്. നീ ബാങ്ക് കേട്ടു, അപ്പം ലാ മാ സമിഅതു അൽ അദാന എന്നായി. 7ാമത്തത് ലാ മാ ദറബ്തു ഹാദൽ വലദ്, ഇല്ല ഞാൻ ഈ കുട്ടിയെ അടിച്ചിട്ടില്ല. അപ്പം ചോദ്യം അദറബ്ത ഹാദൽ വലദ എന്നാവും. അദറബ്ത ഹാദൽ വലദ്, നീ കുട്ടിയെ അടിച്ചോ? ലാ മാ ദറബ്തു ഹാദൽ വലദ്, ഇല്ല ഞാൻ കുട്ടിയെ അടിച്ചിട്ടില്ല.